ചെറുവള്ളി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്ത വിജ്ഞാപനം റദ്ദാക്കിയ വിധിയിൽ അപ്പീലുമായി സർക്കാർ. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനാണ് സർക്കാർ അപ്പീൽ നൽകിയത്. ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് 1200 ഏക്കർ ഭൂമി മതിയായതല്ലെന്നും സർക്കാർ അപ്പീലിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കിയ വിധിയാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ഡിസംബർ 21-ാം തീയതിയാണ് ചെറുവള്ളി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്ത വിജ്ഞാപനം അത് ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാരിന്റെ വിജ്ഞാപനം റദ്ദാക്കിയത് വലിയൊരു തിരിച്ചടി നൽകിയിരുന്നു. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. ആ വിധിക്കെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ നയം അനുസരിച്ച് തന്നെയാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് 1200 ഏക്കർ ഭൂമി മതിയായതല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും സർക്കാരിന്റെ അപ്പീലിൽ വാദമായിട്ട് ഉന്നയിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഉൾപ്പെടെ ഏകദേശം 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിട്ടായിരുന്നു സർക്കാരിന്റെ അനുമതി. അതായത് 2022 ഡിസംബർ 30-നാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറങ്ങിയത്. ആ വിജ്ഞാപനം അപ്പാടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കുകയായിരുന്നു. സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല, മാത്രവുമല്ല വിദഗ്ധ സമിതി റിപ്പോർട്ടും വേണ്ടത്ര ഗൗരവത്തോടെ അല്ല തയ്യാറാക്കിയതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. എന്തായാലും അത് സർക്കാരിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ തന്നെ സമീപിച്ചുകൊണ്ട് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ അപ്പീൽ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കുക. ശരി രേഷ്മ.